നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ. എൻ്റെ ഒ.പിയിൽ കാണാൻ വരുന്ന സ്ത്രീകളിൽ ഏറ്റവും അധികം സ്ത്രീകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റിക്കറൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ഹൈജീൻ കുറയുന്നത് കൊണ്ട് നമ്മൾ യോനിഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതുകൊണ്ടും ഈ ഇൻഫെക്ഷൻ വരാം. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാസമുറ നിൽക്കുന്ന സമയത്ത്, അത് മെനപ്പോസ് ആകുന്ന ഏജിൽ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻസ്. ഈ യൂറിനറി ഇൻഫെക്ഷന് പ്രധാനപ്പെട്ട ഒരു കാരണം വജൈനൽ ഡ്രൈനസ് അല്ലെങ്കിൽ യോനിഭാഗത്തെ വരൾച്ചയാണ്. അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ പോലെ നമുക്ക് മൂത്രം പോകുമ്പോൾ പുകച്ചിലും വേദനയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് പലപ്പോഴും യൂറിൻ റുട്ടീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ കാണിക്കാറില്ല. ഈ ഇടയ്ക്ക് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. അപ്പോൾ ആ സ്ത്രീക്ക് പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അവർ സെൽഫ് മെഡിക്കേഷൻ തന്നെത്താനെ ആൻറ്റിബയോട്ടിക്സ് മേടിച്ച് കഴിക്കുമായിരുന്നു. ഒരു മാസത്തിൽ ഒരു ഇൻഫെക്ഷനെങ്കിലും വെച്ച് മിനിമം വരും. പക്ഷേ അവിടെ യൂറിൻ പരിശോധിച്ച് നോക്കിയപ്പോൾ യൂറിൽ യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷനും ഉണ്ടായിരുന്നില്ല. യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ലക്ഷണങ്ങളുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് യൂറിത്രൽ സിൻഡ്രോം. യൂറിത്രൽ സിൻഡ്രോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വജൈനൽ ഡ്രൈനസ് ആണ്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ച് ലൈംഗിക ബന്ധം ഏർപ്പെട്ടതിന് ശേഷം മൂത്രം ഒഴിക്കുന്ന അവിടെ നന്നായിട്ട് വാഷ് ചെയ്യണം. അതിന് മുമ്പും അതിന് ശേഷവും വാഷ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ എപ്പോഴും അടിവസ്ത്രങ്ങളൊക്കെ നനഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ വജൈനൽ ഡ്രൈനസ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് വജൈനൽ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീംസ്, ഈസ്ട്രജൻ ക്രീംസ് യോനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി ഡ്രൈനസ്സിന് ബെറ്റർ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് സെൽഫ് മെഡിക്കേഷൻ എടുക്കാതെ ആദ്യം നിങ്ങൾ യൂറിൻ റുട്ടീൻ ചെയ്യുക, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. യൂറിൻ റുട്ടീനും കൾച്ചറും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ അസുഖം യൂറിനറി ഇൻഫെക്ഷൻ അല്ല, യൂറിത്രൽ സിൻഡ്രോമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് വജൈനൽ ക്രീം. മറ്റൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ ഇത് കേരളത്തിൽ അവൈലബിൾ ആയിട്ട്. എൻ്റെ വിമല ഹോസ്പിറ്റൽ സെൻറ്ററിൽ ജെറ്റ് പ്ലാസ്മ എന്ന ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇൻഫെക്ഷന് വേണ്ടിയുള്ള ആൻറ്റിബയോട്ടിക്സ് എടുത്തതിന് ശേഷം, ഇൻഫെക്ഷൻ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ യോനിക്കുള്ളിലോട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ജെറ്റ് പ്ലാസ്മ. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും സൈഡ് ഇഫക്റ്റും ഇല്ല. മാത്രമല്ല അതൊരു ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. 20 മിനിറ്റ്സിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സെഷന് ശേഷം അവർക്ക് വീട്ടിൽ പോകുവാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യോനിക്കുള്ളിലേക്ക് ഒരു ചെറിയ പ്രോബ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ വജൈനയ്ക്കുള്ളിലെ ടിഷ്യൂസിനെ നമ്മൾ ചെറിയൊരു ചൂട് ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ കോശങ്ങളെ നോർമലാക്കുവാനായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വജൈനൽ ഡ്രൈനസിന് പൂർണ്ണമായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 സെഷന് ശേഷം തന്നെ അവർക്ക് നല്ലതായിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നത് കുറയും. കാരണം വജൈനൽ ഡ്രൈനസ് ആണ് അവിടുത്തെ അണ്ടർലൈങ് പ്രോബ്ലം. അതുപോലെ തന്നെ യോനിയിലെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷനും വളരെ ഫലപ്രദമായിട്ട് ഇത് ട്രീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂറിനറി ഇൻഫെക്ഷനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുക, ഹൈജീൻ്റെ കാര്യം ശ്രദ്ധിക്കുക, പിന്നെ ഒരു ഡോക്ടറിനെ കണ്ട് യൂറിൻ റുട്ടീനും കൾച്ചറും ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി ആൻറ്റിബയോട്ടിക്സ് ആണ്. അക്യൂട്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ എപ്പോഴും ആൻറ്റിബയോട്ടിക്സ് എടുക്കുക. പിന്നെ ഒത്തിരി റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പം പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അതായത് വരാതിരിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അപ്പം ഈ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നേക്കാളും വളരെ സേഫാണ് ജെറ്റ് പ്ലാസ്മ എന്ന തെറാപ്പി. അതിന് യാതൊരു വിധത്തിലുള്ള മെഡിസിൻസോ സൈഡ് ഇഫക്ട്സോ ഇല്ല. അപ്പം ആൻറ്റിബയോട്ടിക്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ജെറ്റ് പ്ലാസ്മ. അപ്പോൾ ഈ ജെറ്റ് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് ഉണ്ടാകുന്ന അടിക്കടിയുള്ള യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കും.